ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം മഹീന്ദ്രയുടെ ഇവൻറ്റിന് വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം 4 പുതിയ വാഹനങ്ങൾ കാണിക്കും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഞാൻ എന്തായാലും ഓരോരോ വാഹനങ്ങളുടെ വീഡിയോസ്, ഓരോരോ മീൻസ് ഥാറില്ലാത്ത വീഡിയോ ആയിരിക്കും. ഇതും പിന്നെ വേറൊരെണ്ണം ഉണ്ട്, മോഡൽ എസും വിഷൻ എസും വിഷൻ എക്സും. ഈ 2 വാഹനങ്ങളും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന വിഷൻ എസ് എന്ന് പറഞ്ഞ വാഹനമാണ്. ആൻഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ യൂണിക് പോയിന്റ്സ് ഓർ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കോൺസെപ്റ്റ് വാഹനമാണ്. ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ വാഹനങ്ങളും കോൺസെപ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഇതിൻ്റെ ഡിസൈൻ നോക്കാൻ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ മഹീന്ദ്ര കാണിച്ച കോൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ BE6, XUV9 അങ്ങനത്തെ വാഹനങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോൾ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വന്നപ്പോഴും ആ സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പം കോൺസെപ്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും കുറേയൊക്കെ ഒരു 80 to 85% വണ്ടി പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴും ഇതുപോലൊക്കെ തന്നെ ഇരിക്കും നമുക്ക് പറയാം. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസം വരാനുള്ള ഒന്നുമില്ല. കാരണം ഇതിനകത്ത് ഇതൊക്കെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഡിസൈൻ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ഹെഡ്ലൈറ്റ്സ്, അതായത് ഇപ്പോഴല്ല കുറച്ച് കാലം മുന്നേ തുടങ്ങിയതാണ് സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ്സിൻ്റെ ഒരു പാറ്റേൺ. അതൊന്നുമല്ല, ഇതിൻ്റെ എല്ലാ ലൈറ്റ്സും മുകളിൽ തന്നെയാണ് വരുന്നത്. താഴത്തൊരു ക്വാഡ് ഷേപ്പുള്ള ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ലാണെങ്കിലും മഹീന്ദ്രയുടെ 6 ലാ ഗ്രില്ലാണ്, പക്ഷേ അത് ഇലൂമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഗോ ഒന്നുമല്ല ഇതിനകത്ത്, മഹീന്ദ്രയുടെ സാധാരണ ട്വിൻ പീക്ക് ലോഗോ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ചുറ്റും ബോഡി ക്ലാഡിങ്ങും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വണ്ടിക്ക് നല്ല ഒരു ബോക്സി ലൈക്ക് ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതൊരു ഇത്തിരി ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഡിസൈൻ ആണ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ ആ വിൻഷീൽഡ് കവർ ചെയ്യുന്ന രീതിയിൽ 2 നെറ്റല്ല, ഈ മെറ്റലിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, ബോണറ്റും അതുപോലെ നമ്മുടെ റൂഫും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ റൂഫ് ലൈറ്റ്സ് പോലത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫൻഡറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ സൈഡിൽ ഒരു ലാഡറും പിന്നെ ഒരു ചെറിയ ബോക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പ്രൊഡക്ഷൻ സ്പെക്കിൽ വരില്ലായിരിക്കും കേട്ടോ. ഇനി വരികയാണെങ്കിൽ തന്നെ എല്ലാ ആക്സറി ആയിരിക്കും. അതുപോലെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് നമുക്ക് തീർച്ചയായും അവൈലബിൾ ആണ്. 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പം BE6ൻ്റെ അലോയ്സ് പോലെ തോന്നി. വണ്ടി എന്തായാലും സബ്ഫോമീറ്റർ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയും പിന്നെ പറയാം. എന്തായാലും ഈ വണ്ടിയുടെ വീൽ ബേസ് 2665 mm ആണ്. അതും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണെന്ന് പറയാം. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ നമുക്ക് ഇതിനകത്ത് കുറച്ചധികം ആക്സറീസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് തന്നെ വിഷൻ എസിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റുകൾ മുകളിലേക്ക് പോകുന്ന പോലെ കാണാം, റൂഫ് റെയിൽസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട ഫോഗ് ലാംപ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലും അവർ ക്വാഡ് ഷേപ്പിലുള്ള ഫോഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ലൈറ്റിംഗ് സെറ്റപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് ഒരിത്തിരി ചെരിച്ച് വെച്ച പോലത്തെ ലൈറ്റ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. എഗൈൻ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ്. ഇതിനകത്ത് നമ്മുടെ ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ വരുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അതുമാത്രമല്ല ബാക്കി ആക്സറീസ് ആണെങ്കിൽ പോലും വരുമോ എന്നുള്ളത് കുറച്ച് പ്രശ്നമാണ്. ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ വന്നാൽ പോലും അത് കണക്ട് ചെയ്യുന്ന ലൈറ്റ്സും സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും വണ്ടി കാണുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഡിഫൻഡർ വൈബ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിക്കും. ആൻഡ് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ പോലും 3990 mm അടുത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാമെന്ന് പറഞ്ഞു. മഹീന്ദ്രയുടെ NUiQ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരുന്നത്. അതായത് ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്നുള്ളതാണ് അതിനകത്ത് ഇതിന് മുന്നേ അവർ പറഞ്ഞിരുന്നൊരു ഫുൾ നെയിം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ പറ്റി നമുക്ക് പതുക്കെ പറയാം. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ എനിക്കിവർ കാണിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ ഈ വാഹനത്തിൻ്റെ ആണ്. എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല ബോക്സി ആണെങ്കിൽ പോലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പം അവർ അത്രയൊന്നും ബോക്സി ആക്കിയിട്ടില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും നല്ലതാണ്. സ്റ്റിയറിംഗ് വീൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല പ്രീമിയം ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഷൻ എസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ് ഇപ്പോൾ നടുവിൽ വരുന്നത്. പിന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. എനിക്ക് ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് തന്നെ അവരെടുത്ത് മുകളിലത്തെ ആ ഒരു ഫ്ലാറ്റ് ബോട്ടം മാറ്റിയിട്ട് താഴെ മാത്രം ഫ്ലാറ്റ് ബോട്ടം ആക്കി ഒരു അഡീഷണൽ സ്പോക്കും കൂടെ കൊടുത്ത പോലെയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. എന്തായാലും കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ നമുക്ക് 2 ഡിജിറ്റലായിട്ടുള്ള സ്ക്രീൻസ് അവൈലബിൾ ആണ്. സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് കണ്ടിട്ട് 12.3 ഇഞ്ച് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് UI-ലും മൊത്തം നല്ല വ്യത്യാസമുണ്ട്. മഹീന്ദ്രയുടെ പുതിയ NUUI എന്ന് NUUX എന്നൊന്നുമാണ് അവർ വിളിക്കുന്നതിന്. എന്തായാലും അങ്ങനത്തെ NU ബേസ്ഡ് ആയിട്ടുള്ള പുതിയ UI ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഇൻഫോർടൈൻ സിസ്റ്റം ആണെങ്കിലും ഇൻസ്റ്റാൾ ക്ലസ്റ്റർ ആണെങ്കിലും രണ്ടിലും നമുക്ക് ഇപ്പോൾ വരുന്ന UI ആയിരിക്കില്ല, കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇനി ഓവറോൾ ഇതിൻ്റെ ലേഔട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് AC ഒക്കെ കാണാൻ അത്യാവശ്യം നല്ല യൂണീക്ക് ഡിസൈനാണ്. അതിങ്ങനെ ഡാഷ്ബോർഡിൽ ഇത്തിരി പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കമ്പനികളും എല്ലാം ഡാഷ്ബോർഡിനകത്ത് തന്നെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോഴാണ് ഇവർ കുറച്ച് പുറത്തേക്ക് അഡീഷണൽ ആയിട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനിലേക്ക് വന്ന്. ഈവൻ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഡോർ ഹാൻഡിൽസ് ഉണ്ട്, BE6 പോലെ നമ്മുടെ മറ്റേ ആ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ല. പക്ഷേ എന്തായാലും കാണാൻ അത്യാവശ്യം നല്ലതാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ ആൻഡ് സിൽവർ. പിന്നെ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത്
പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഒക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ തീർച്ചയായും അവൈലബിൾ ആണ്. ഗിയർ ലിവറിൻ്റെ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അത് നമുക്ക് കൺവെൻഷണൽ ഗിയർ ലിവറിലാണ് വരുന്നത്, ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി ഇലക്ട്രിക് മാത്രമൊന്നും ആയിരിക്കില്ല, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ടാവും. ഇനി ബാക്കി സാധനങ്ങൾ ഇപ്പോൾ സെൻറ്റർ കൺസോളിൽ തന്നെ നമുക്ക് AC കൺട്രോൾസ് ഒക്കെ നോക്കാം. ഡ്യുവൽ സോൺ ഓട്ടോ AC അവൈലബിൾ ആണ്. അതിൻ്റെ കൺട്രോൾ പാനലും കൊടുത്തിട്ടുണ്ട്. പാനൽ ആക്ച്വലി വ്യത്യാസമുണ്ട്, അവരിപ്പോൾ കൊടുക്കുന്ന പോലത്തെ കൺട്രോൾ പാനലല്ല ഇതിനകത്തുള്ളത്. അതുപോലെ അതിൻ്റെ താഴത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല പല ഓപ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. സീറ്റ് വെന്റിലേഷൻ ആയിക്കോട്ടെ, ഹസാർഡ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഓപ്ഷൻസൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ വാഹനത്തിന് ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയമാണ്. ഈവൻ സീറ്റ്സ് ആണെങ്കിൽ പോലും ഇതിപ്പോൾ കോൺസെപ്റ്റ് മോഡലിൻ്റെ സീറ്റ്സ് ആണെങ്കിലും ശരിക്കും ഏകദേശം ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫുള്ള് കോൺസെപ്റ്റ് ആണെന്ന് തോന്നില്ല, അത്തരത്തിലാണ് അവർ വണ്ടി കാണിച്ചിരിക്കുന്നത്. ഈ സീറ്റ്സിലാണെങ്കിലും ഡ്യുവൽ ടോൺ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹെഡ് റെസ്റ്റും അതുപോലെ അതിൻ്റെ താഴത്ത് വരുന്ന കുറച്ച് പോർഷൻ വരെ ബ്ലൂ ഫിനിഷും അതിൻ്റെ താഴത്തേക്ക് ബ്ലാക്കും ആണ് വരുന്നത്. ആംറസ്റ്റ് നമുക്കൊരു ബ്ലൂ ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ സീറ്റ്സ് ആണെങ്കിലും അവിടെയും ഈ സെയിം ബ്ലൂ ആൻഡ് ബ്ലാക്കിന് ഡിസൈൻ കോമ്പിനേഷൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു മോഡേൺ ടച്ച് അവർ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റീരിയേഴ്സിലാണെങ്കിലും ഈവൻ എക്സ്റ്റീരിയേഴ്സിലാണെങ്കിലും. ഞാൻ വീണ്ടും പറയുന്നത്, എനിക്കിതുവരെ അവർ കാണിച്ചിട്ടുള്ളതിൽ വെച്ച് എക്സ്റ്റീരിയർ വൈസും ഇൻറ്റീരിയർ വൈസും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ അത്യാവശ്യം യൂണീക്കായിട്ട് തോന്നിയതും ഈ വണ്ടിയാണ്. ബാക്കി വണ്ടികളൊക്കെ നമ്മൾ എവിടേക്കോ കണ്ട് മറന്ന പോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കി പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിനകത്ത് വരുന്ന NU IQ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ മൾട്ടിപ്പിൾ പവർട്രെയിൻ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇലക്ട്രിക് ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഹൈബ്രിഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പിന്നെ ഇത് അഗൈൻ ഒരു സബ് 4 മീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അവിടെ XUV3X വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, അതിൻ്റെ ഒരു പ്രീമിയം പൊസിഷനിങ്ങിലായിരിക്കും ഈ വാഹനം അവർ വെക്കാൻ പോകുന്നത്. എന്തായാലും സൈസ് കുറവാണെങ്കിലും സ്പേസ് യൂട്ടിലൈസേഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതും ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണമാണ്. ആക്ച്വലി ഇതിനകത്ത് 3990 mm മുതൽ 4320 mm ഇടയിൽ വരെ ലെങ്ത് ഉള്ള വണ്ടികൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല ആൻഡ് അതിന് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അത് നല്ലൊരു പ്രൊപ്പോർഷനാണ്. മഹീന്ദ്രയ്ക്ക് ആക്ച്വലി വണ്ടികളില്ലാത്തതും ഈ ഒരു സൈസിൻ്റെ കാറ്റഗറിയിലാണ്. അതിന് മുകളിലേക്കുള്ള കാറ്റഗറിയിലൊക്കെ അവർക്ക് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. ആൻഡ് ബൈ ദ വേ ഇതൊരു മോണോകോക്ക് ഷാസിയിൽ വരുന്ന വാഹനമാണ്, അല്ലാതെ ലാഡർ ഫ്രെയിമൊന്നും അല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബോക്സി ലുക്ക് ഉണ്ടെങ്കിലും വണ്ടി തീർച്ചയായും മോണോകോക്ക് തന്നെയാണ്. പക്ഷേ മോണോകോക്കാണ് ആൻഡ് ഇത് ഈ ഒരു പ്രൈസ് പോയിന്റിലാണ് വരുന്നതെങ്കിൽ പോലും മഹീന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം ആക്ച്വലി ഫ്രണ്ട് വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇലക്ട്രിക്കൽ മാത്രം ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാനായിരിക്കും, കാരണം ഡബിൾ മോട്ടോർ സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് അല്ലാതെയും ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പിനുള്ള കേപ്പബിലിറ്റീസ് ഈ പ്ലാറ്റ്ഫോമിനുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഡീസലിലോ പെട്രോളിലോ ഒക്കെ ആയിട്ട് അവർക്ക് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. എഞ്ചിൻ വൈസ് നമുക്ക് യാതൊരു ഇൻഫർമേഷനും ഇപ്പോൾ കിട്ടിയിട്ടില്ല. ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും 1.2 ലിറ്റർ MPFA എഞ്ചിനും അതുപോലെ 1.2 ലിറ്റർ ടർബോ പെട്രോൾ TGD എഞ്ചിനും രണ്ട് ഇപ്പോൾ 3X ഉള്ള പോലെ അവർക്ക് കൊടുക്കാം. അതിന് പുറമെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എന്തൊക്കെയായിരിക്കും സ്പെസിഫിക് ആയിട്ട് വരുന്ന ഓർ ഇലക്ട്രിക്കിൻ്റെ പവർട്രെയിൻ അതൊന്നും നമുക്കറിയില്ല. ഇതാണ് നമുക്ക് മഹീന്ദ്രയുടെ പുതിയ വിഷൻ എസിനെ പറ്റി പറയാനുള്ളത്. ഈ വണ്ടി എസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പേരല്ല, സ്കോർപിയോ സീരീസിന് അണ്ടറിൽ വരുന്നൊരു വാഹനമായിരിക്കും ഇത് എന്നുള്ളത് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വിഷൻ എസ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടി ലോഞ്ച് ആകുമ്പം സ്കോർപിയോ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പേരിൽ വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് സ്കോർപിയോ ക്ലാസിക്, സ്കോർപിയോ എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പേരാവാം. കാരണം സ്കോർപിയോ ഇപ്പോൾ മഹീന്ദ്രയുടെ നല്ല സെയിൽസ് ഉള്ളൊരു പേരാണ്. അതിന് തന്നെ 10,000-15,000 വണ്ടികൾ വെച്ച് അവർ എല്ലാ മാസവും വിൽക്കുന്നുണ്ട്, ക്ലാസിക്കും എന്നും കൂടെ കമ്പൈൻ ചെയ്ത്. എന്തായാലും 2027 ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഡൽ വരികയെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ thank you for watching my video and goodbye.